ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കും, എനിക്ക് ഉത്തരമരുളണമേ. യഹോവയെ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും. എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷികളെ പ്രമാണിക്കും. ഞാൻ ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അങ്ങയുടെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. അങ്ങയുടെ പ്രത്യാശ വയ്ക്കുന്നു. തിരുവചനം ധ്യാനിക്കേണ്ടതിന് എൻ്റെ കണ്ണ് യാമങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങയുടെ ദയയ്ക്ക് തക്കവണ്ണം എൻ്റെ അപേക്ഷ കേൾക്കണമേ. യഹോവയെ, അങ്ങയുടെ ന്യായപ്രമാണം എന്നെ ജീവിപ്പിക്കണമേ. ഈ വചനങ്ങളെല്ലാം നമ്മൾ ഓരോ ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നതാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. ആ ഇടപെടലിൽ നിങ്ങൾ ഓർക്കുക, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന്. ബൈബിളിനെ തള്ളിക്കളയുക, നമ്മളെ വചനങ്ങളെ തള്ളിക്കളയുക, ദൈവവിശ്വാസത്തെ തള്ളിക്കളയുക. നമുക്ക് ഒരു സഭയല്ല വേണ്ടേ, വിശ്വാസികളെ ദൈവത്തിൽ ചേർന്ന് നിന്ന് ദൈവത്തിനോട് കൂടി ആരാധിക്കുന്ന ഒരു പ്രജയാണ് ദൈവത്തിന് ആവശ്യം. ദൈവം കുറവുകളല്ല ദൈവം അന്വേഷിക്കുന്നത്, നന്മയാണ് അന്വേഷിക്കുന്നത്. നമ്മൾക്ക് കുറവുകളുണ്ടെന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. ദൈവത്തിന് അറിവില്ലാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് നമ്മുടെ കുറവുകളല്ല അന്വേഷിക്കുന്നത്, നമ്മുടെ സ്നേഹം, ആഴമായി ഇറങ്ങുന്ന സ്നേഹം. അബ്രാഹീമിനെ സ്നേഹിക്കാൻ കാരണമെന്താ? ഇസാക്കിനെ സ്നേഹിക്കാൻ കാരണമെന്താ? യാക്കോബിനെ സ്നേഹിക്കാൻ കാരണമെന്താ? ദൈവം അവരുടെ ഉള്ളറിയുന്നുണ്ട്. യേശു ക്രിസ്തു പത്രോസിനെ കണ്ടു നോക്കിക്ക്. പത്രോസ് എന്തെല്ലാം കുരുത്തക്കേടാണ് കാണിക്കുന്നത്, കണ്ടിട്ടുണ്ടോ? പക്ഷേ ദൈവത്തിനറിയാം പത്രോസിൻ്റെ ഉള്ളം നിറഞ്ഞ സ്നേഹമാണെന്ന്. അതുകൊണ്ടാണ് പത്രോസിനോട് ചോദിക്കുന്നത്, കുഞ്ഞെ, നീ എൻ്റെ ജനത്തെ പരിപാലിക്കൂ എന്ന് പറയുന്നത്. അതുപോലെ നീ എന്നെ എല്ലാവരിലും അധികം സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നു പിതാവേ എന്ന് പത്രോസും പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു, ഈ എൻ്റെ മക്കളെ പരിപാലിക്കാൻ. അതാണ് ദൈവത്തിൻ്റെ ശക്തി, സ്നേഹം. നമ്മൾ ആഴമായി പഠിക്കണം. ബൈബിളെന്ന് പറയുന്നത് നമ്മൾക്ക് ഇപ്പം ഒരാൾ ബൈബിൾ പഠനം എന്ന് പറയുന്നതല്ല കാര്യം. ദൈവത്തോട് ചോദിച്ചു നോക്കുക, ദൈവം തന്നെ നമ്മൾക്ക് പറഞ്ഞു തരും. ഞാനിവിടെ ബൈബിൾ പഠനത്തിനൊന്നും പോയിട്ടില്ല, പക്ഷേ എൻ്റെ പഠനം യേശു ക്രിസ്തു മുഖാന്തരം മാത്രം പഠിക്കുന്നതാണ് ഞാൻ. എൻ്റെ ദൈവം എനിക്ക് തരുന്ന പ്രബോധനം എൻ്റെ ചിന്തകളിലേക്ക് കടന്നു വരും, നീ ഇന്നത് ചെയ്യാൻ. അതെന്തുകൊണ്ടെന്നറിയാം, ഞാൻ ദൈവമായി കണക്കാക്കുന്നു. വചനങ്ങൾ എൻ്റെ ദൈവമെന്നും ഞാൻ ദൈവത്തോടു കൂടെ നടക്കുമെന്നൊരു ചിന്ത എന്നിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ കാലോ കൈകളോ എൻ്റെ ശരീരങ്ങളോ എല്ലാ അവയവങ്ങളിലും ചലിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിയാതെ ചലിക്കില്ല. അത് ചലനം നിന്നിട്ടുണ്ടെങ്കിൽ ദൈവം എൻ്റെ അരികത്തില്ല, അത്രയേ ചിന്തിക്കുന്നുള്ളൂ.